നമസ്കാരം, വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. ഇതുപോലെ നമ്മൾ ഇഞ്ചി തൊലി കളഞ്ഞ് എടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഇഞ്ചി തൊലി നമ്മൾ സാധാരണ കളയാറാണ് പതിവ്. എന്നാൽ ഇനി ഇഞ്ചി തൊലി കളയണ്ട കേട്ടോ. നമുക്ക് അറിയാമല്ലോ, ഇഞ്ചിയിൽ നിറയെ ഗുണങ്ങളുണ്ട്. ഒത്തിരി വിഭവങ്ങളൊക്കെ നമ്മൾ ഇഞ്ചി വെച്ചിട്ടുണ്ടാക്കാറുമുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഇഞ്ചി തൊലി വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. പലർക്കും അത് അറിയത്തില്ല എന്ന് മാത്രം. നന്നായിട്ട് കഴുകിയ ഇഞ്ചിയുടെ തൊലിയാണെങ്കിൽ അത് നമ്മൾ ചായപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ അതുപയോഗിച്ച് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇപ്പം ഞാൻ അതൊന്നുമല്ല നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇഞ്ചിത്തൊലി എടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ആ ഇഞ്ചിത്തൊലിയെല്ലാം ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഒഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ഇഞ്ചിത്തൊലിയുടെയും ആ പാത്രത്തിൻ്റെയും ഒക്കെ അനുസരിച്ചിട്ടുള്ള അളവിൽ ഈ വിനാഗിരിയും ഇഞ്ചിത്തൊലിയും ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ ബാക്കി ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നിറച്ച് ഒരു ഗ്ലാസ് നിറച്ചിപ്പം ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വെക്കുക കേട്ടോ. ഇത് ഒരു 3 ദിവസം നമ്മൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ചേക്കണം. ഈ ഇഞ്ചി നല്ലൊരു അണുനാശിനിയാണ്. അപ്പം ഇഞ്ചിത്തൊലിയും വിനാഗിരിയും കൂടെ ഒരുമിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ടൊരു 3 ദിവസം വെക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇത് ഇഞ്ചിയുടെ സത്തെല്ലാം ഈ വിനാഗിരിയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരും. അപ്പം നമുക്ക് അത് നല്ലൊരു സൊല്യൂഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ അടുക്കളയും കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. നല്ലൊരു സുഗന്ധവും കിട്ടും. ഇഞ്ചിയുടെ ആ ഒരു നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ടുള്ള നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പം ഞാനിത് 3 ദിവസത്തിന് ശേഷം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ അരിച്ചെടുത്തത് ഒരു സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പ്രേ വെച്ചിട്ടാണ് നമ്മൾ ക്ലീനിങ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനതൊന്ന് നേർപ്പിച്ച് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ കിച്ചൺ സിങ്കിലും അതുപോലെ കൗണ്ടർ ടോപ്പിലും അടുക്കളയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു സൊല്യൂഷനാണ്. ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് പറയാനായിട്ട് മറക്കരുത്. ടിപ്പ് നമ്പർ 2. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇറച്ചിയും മീനും ഒക്കെ വെക്കുമ്പം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇഞ്ചി എടുത്തു, ചിരണ്ടി പൊളിച്ചു. അപ്പോൾ അതെല്ലാം വലിയ താമസമായിരിക്കും. നമുക്ക് നമ്മുടെ അടുക്കളപ്പണിയൊക്കെ അങ്ങ് വല്ലാണ്ട് ലേറ്റ് ആകും. അപ്പോൾ ഇതുപോലൊരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വർഷങ്ങളോളം അത് കേടുകൂടാതെ ഇരിക്കും. ഒട്ടും നിറവ്യത്യാസം പോലും ഉണ്ടാവാതെ. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി, ഏകദേശം 1 സ്പൂണ്. അതിനുശേഷം ഇതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി അളവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതോടൊപ്പം ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ കണ്ടോ? നല്ല അടിപൊളിയല്ലേ എന്ന് നോക്കി. ഈ ഒരു കളർ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ നമുക്കിത് വർഷങ്ങളോളം സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതുപോലെ എടുത്തിട്ട് ഇത് നമുക്കൊരു നല്ല ഒരു എന്താ പറയുന്നത്, വായു കടക്കാത്ത പാത്രത്തിൽ ആക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഇത് ഐസ് ട്രേയിലേക്ക് ഒന്ന് എല്ലാം കൂടി ഒന്ന് എടുത്ത് വെച്ചിട്ട് ഫ്രീസ് ചെയ്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ഓരോ ക്യൂബ് എടുത്താൽ മതിയാകും. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഈ ഒരു കളറ് നമുക്ക് ലാസ്റ്റ് വരെ നിലനിൽക്കുന്നതാണ്. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ടിപ്പ് നമ്പർ 3. ഉണക്കമീൻ കൂട്ടി ചോറുണ്ണാൻ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേങ്കിൽ ഈ ഉണക്കമീൻ ഉപ്പ് പല സമയത്തും കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഉപ്പ് കൂടുതലുള്ള ഉണക്കമീൻ നമ്മൾ വറുത്തോ കറി വെച്ചോ ഒക്കെ കഴിച്ചാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഉണക്കമീൻ്റെ ആ ഉപ്പ് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വാഴക്കൈയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു വാഴക്കൈ ഒന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകണം. കഴുകിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമ്മൾ ഉപ്പ് കളയാനായിട്ട് ഉണക്കമീൻ വെള്ളത്തിലിടുമല്ലോ അല്പസമയം. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലൊന്ന് മുറിച്ച് ഈ വാഴയുടെ ഈ ഒരു കൈ മുറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണക്കമീൻ്റെ ഉപ്പ് മാറി കിട്ടും. അപ്പം ഈ രീതിക്ക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടിപ്പാണ്. ഈ രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ടിപ്പ് നമ്പർ 4. ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ടേ. അതിലോട്ട്
വെണ്ടയ്ക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ വെണ്ടയ്ക്ക നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതിൽ ഒരുപാട് അഴുക്കും ചെളിയും ഒക്കെയുണ്ട്. പലപ്പോഴും നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ നമുക്ക് കിട്ടും. എന്നാൽ പലപ്പോഴും ഇതേപോലുള്ള അത് ഒരുപാട് അഴുക്കും ചെളിയൊക്കെ പിടിച്ച ഫ്രഷ് ഒന്നും അല്ലാത്ത പച്ചക്കറികളും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ കിട്ടിയ കുറച്ച് വെണ്ടയ്ക്കയാണ് ഇത്. അപ്പോൾ ഇതിൽ മുഴുവനും അഴുക്കാണ്. ഇതിലൊരുപാട് കെമിക്കലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. നമുക്ക് ഇതിപ്പോൾ കണ്ടാൽ അറിയാതുകൊണ്ട് ഇതിൻ്റെ പുറത്തൊക്കെ ഒത്തിരി ഇങ്ങനെ അഴുക്കുകൾ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ വെറുതെ ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ വാഷ് ചെയ്ത് 1-2 തവണ വാഷ് ചെയ്തിട്ട് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തെന്ന് പറഞ്ഞാലും ഇതൊന്നും ശരിക്കും പോകത്തേയില്ല. അപ്പം നമുക്ക് ഇതുപോലുള്ള പച്ചക്കറികളിലെ വിഷാംശങ്ങളൊക്കെ നീക്കം ചെയ്യാനുള്ള ഒരു സൂപ്പർ ട്രിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ബേക്കിംഗ് സോഡയാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത് ഏകദേശം ഒരു 3/4 സ്പൂണോളം ബേക്കിംഗ് സോഡ ഞാൻ ഈ വെണ്ടയ്ക്കയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി ഇതുപോലെ കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് നല്ലപോലെ ഇത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ആ വെണ്ടയ്ക്കയുടെ മുകളിലുള്ള അഴുക്കും ചെളിയും എല്ലാം നന്നായിട്ടൊന്ന് ഇളകി വരും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ അങ്ങ് വെച്ചേക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വെള്ളത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇതുണ്ടോ എന്തുമാത്രം അഴുക്കുണ്ടെന്ന് നോക്കിയാൽ വെള്ളത്തിൻ്റെ കളർ തന്നെ നോക്കിക്കേ. അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ പച്ചക്കറികളിലെ വിഷാംശം ഉണ്ടെങ്കിൽ അതും അതുപോലെ അഴുക്കും ചെളിയും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോയിട്ട് നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ പച്ചക്കറി കിട്ടും. ഇപ്പോൾ കണ്ടോ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒരു 2-3 തവണ പിന്നെ സാധാ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ രീതിക്ക് നിങ്ങളൊന്ന് ഇനി പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ചെയ്ത് നോക്കുക കേട്ടോ. ടിപ്പ് നമ്പർ 5. ഇതുപോലെ ഞാനൊരു മിക്സ് എടുത്തിട്ടുണ്ടേ. എന്നിട്ട് കുറച്ച് പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് അല്പം പഴുപ്പ് കൂടിപ്പോയ പഴമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ കറുത്തിട്ട് വല്ലാണ്ട് അങ്ങ് പഴുത്തു പോകും. അപ്പോൾ ഇതുപോലുള്ള പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ പഴമെല്ലാം ഞാൻ തൊലി കളഞ്ഞിട്ടൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പഴത്തൊലിയൊക്കെ വെച്ചിട്ട് ഒത്തിരി ഉപകാരങ്ങളുണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഇനി പഴം നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ അല്പം ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് അരയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കണക്കിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പഴം ഈ ഒരു രീതിക്ക് നമ്മൾ ഇപ്പം അരച്ചെടുത്ത് കൊണ്ടുവന്നത് ഒരു ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്ത് കോരിയതാണിത്. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ബാക്കിയിരിക്കുന്ന ആ ഒരു ശർക്കര പാനി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ശർക്കര പാനി ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ളത് ചേർക്കുക കേട്ടോ. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇനി ബാക്കി നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാനിത് കുഴച്ച് എടുത്തിരിക്കുന്നത്. കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് നമുക്ക് വേണ്ടത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് കറിവേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചെറിയ ജീരകവും കൂടെ ഒരു 2 നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അല്പം എണ്ണ ഇതുപോലെ ഒഴിച്ചു. ഒരുപാട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയല്ല, എന്നാൽ ഷാഡോ ഫ്രൈ പോലെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഓരോ തവി കോരി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വയ്ക്കണം. അപ്പോൾ മൂടി വെച്ച് ഒരു 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. മറച്ചിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ആണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ 2 സൈഡും നമുക്ക് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചുട്ടിട്ട് എടുക്കുക കേട്ടോ. ഇതുണ്ടോ ഒന്ന് മൊരിഞ്ഞിട്ട് 2 സൈഡും ഒന്ന് മൊരിഞ്ഞിട്ടൊക്കെ വരണം ഇതുപോലെ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് രുചിയോടുകൂടി കഴിക്കാൻ, ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഈസി ആയിട്ടുണ്ടാകും. കുറച്ച് ചേരുവകൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 6. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ളതാണല്ലോ ഇതുപോലത്തെ ഇടികല്ല്. നമ്മൾ ഈ ഇടികല്ല് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഇടിക്കുകയോ ചതയ്ക്കുകയോ പൊട്ടിക്കുകയോ ഒക്കെ ചെയ്തിട്ട് മിക്കവരും കാണിക്കാറുള്ള ഒരു പണിയാണ് ഇത് ക്ലീൻ ആക്കാതെ കൊണ്ട്. പെട്ടെന്ന് നമ്മുടെ ധൃതി പണിക്ക് നമ്മളിത് പിന്നെ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അത് ഉണങ്ങി പിടിച്ച് പിന്നെ വേണമെങ്കിൽ വീണ്ടും പെട്ടെന്ന് ഓടി വന്നിട്ട് വീണ്ടും എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഇഞ്ചി കഷ്ണമോ അല്ലെങ്കിൽ ഒരു വെളുത്തുള്ളിയോ എന്തെങ്കിലും ഒന്ന് ചതയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അണുക്കളൊക്കെ ഇതിലുണ്ടാവും, ബാക്ടീരിയ ഒക്കെ ഉണ്ടാകും. അപ്പം നല്ലതുപോലെ ഇത് ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് എടുക്കുന്നത്. ഒരു സ്പൂണിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കാണാൻ പറ്റും. ഇതുപോലെ വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആ ഇടിക്കുന്ന ആ ഒരു കല്ലും കൂടെ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു ചുവട് ഭാഗത്തെല്ലാം ഉള്ള അഴുക്കുകളെല്ലാം ഉണങ്ങി പിടിച്ചിരിക്കുന്നതെല്ലാം നന്നായിട്ട് തന്നെ ഇളകി പോരുന്നതായിരിക്കും. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് അകവും പുറവും എല്ലാം നന്നായിട്ടൊന്ന് ഉരച്ച് തേച്ച് കഴുകിയിട്ട് എടുക്കാം. അപ്പം ഈ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് നല്ലൊരു അണുനാശിനിയാണല്ലോ. അപ്പോൾ ഇതിലുള്ള എല്ലാ അണുക്കളും തന്നെ ചത്തുപോകാനായിട്ട് ഇടയായി തീരും. അപ്പോൾ പോർ സൈഡ് എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. നിങ്ങൾക്ക് നോക്കിയേ, ഇതിൽ എന്തുമാത്രം അഴുക്കുണ്ടായിരുന്നു എന്ന് നോക്കി. നമ്മളിത് സാധാ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകിയാലൊന്നും ഇത്രമാത്രം ഒന്നും ഇളകി പോരത്തില്ല. അപ്പം ഇത് നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിക്ക് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊന്ന് തുടച്ച് ഉണക്കിയിട്ട് കാണിക്കാവേ. ഇപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ തുറന്ന് വെച്ചിരുന്നാൽ ഇതിനുള്ളിലെ പല്ലിയും പാറ്റയൊക്കെ കിടക്കും. പിന്നെ നമുക്കത് ഒരുപാട് രോഗങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പം ഞാനിതൊന്ന് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ ചെറിയൊരു പ്ലേറ്റാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഈ നടുഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് കടത്തി, നമ്മൾ ആ ഇടിക്കുന്ന ആ ഒരു കല്ല് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒന്ന് കടത്തി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് നമുക്കിതിങ്ങനെ മൂടിയായിട്ട് ഒരു കവറായിട്ട് ഇങ്ങനെ ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ എന്തെങ്കിലുമൊക്കെ ചതയ്ക്കുന്ന സമയത്ത് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇടിച്ചു കൊടുക്കുകയാണെങ്കിൽ പുറത്തേക്കൊന്നും തെറിച്ച് പോകത്തൊന്നുമില്ല. അപ്പം ഇത് 2 ഉപയോഗമുണ്ട് ഇതിന്. ഒന്ന് നമുക്ക് ഇതൊരു കവറായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ തെറിച്ച് പോകാതൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചതച്ചോ ഇടിച്ചോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 7. നല്ല തിളങ്ങുന്ന മുത്തുപോലുള്ള പല്ലുകൾ ആഗ്രഹിക്കാത്തവർ ആരുമുണ്ടാവില്ല. സൗന്ദര്യത്തിൻ്റെ അളവുകൾ തന്നെയാണ് അഴകാർന്ന പല്ലുകൾ. പുഞ്ചിരിക്ക് ആകർഷണീയതയും മുഖത്തിന് സൗന്ദര്യവും നൽകാൻ മനോഹരമായ പല്ലുകൾക്കാകും. എന്നാൽ പലരുടെയും കാര്യത്തിൽ ഇതൊന്നും യാഥാർത്ഥ്യം ആകാറില്ല. മഞ്ഞ പല്ല് കാരണം മറ്റുള്ളവരോട് സംസാരിക്കാനും അതുപോലെ തന്നെ ഇടപഴകാനും ഒക്കെ മടിയുള്ളവരാണ് ഇന്ന് പലരും. മനസ്സുണ്ടെങ്കിൽ മാർഗവും ഉണ്ട് എന്ന് പറയുന്നത് പോലെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്കും ഇതേപോലുള്ള പല്ലുകൾ സ്വന്തമാക്കാവുന്നതേ ഉള്ളൂ. ഉമ്മിക്കരി നന്നായി പൊടിച്ചിട്ട് തള്ളവിരലുകൊണ്ട് അമർത്തി നന്നായിട്ട് പല്ല് തേക്കുക. പല്ലിന് നല്ല തിളക്കം ലഭിക്കും. അതുപോലെ തന്നെ ഉണക്ക നെല്ലിക്ക കരിച്ചെടുത്ത് അതിൽ ഉപ്പും ഒക്കെ പൊടിച്ച് ചേർത്ത് നല്ല പഴുത്ത മാവിലയും കൂടെ ചുരുട്ടിക്കൂട്ടി മുക്കി പല്ല് തേക്കുക. അതുപോലെ വിനാഗിരിയിൽ അല്പം വെള്ളം ചേർത്ത് അതിൽ പല്ല് തേച്ചാൽ നമ്മുടെ പല്ലിന് നല്ല ഒരു തിളക്കവും വെളുപ്പും ഒക്കെ കിട്ടും. അതുപോലെ പഴുത്ത മാവിൻ്റെ ഇല അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് പല്ലുകളുടെ എല്ലാ ഭാഗങ്ങളിലും ചെല്ലത്തക്ക വിധം ബ്രഷ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ പല്ല് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മാർഗ്ഗമാണ്. ടൂത്ത് ബ്രഷിൽ അല്പം ബേക്കിംഗ് സോഡ എടുത്തിട്ട് പല്ല് തേക്കുക. പല്ലിന് നല്ല വെളുത്ത നിറം കിട്ടും. പല്ല് വെളുപ്പിക്കാനുള്ള വേറൊരു രീതി എന്ന് പറയുന്നത് ആര്യവേപ്പിൻ്റെ തണ്ട് ചതച്ച് ബ്രഷ് ചെയ്യുക. പല്ലിന് നല്ല നിറവും മോണകൾക്ക് നല്ല ബലവും ലഭിക്കും. അതുപോലെ തന്നെ പല്ലിലെ കറ കളയാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരിൽ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് പല്ല് തേക്കുകയാണെങ്കിലും പല്ലിന് നല്ലൊരു തിളക്കം കിട്ടും. അതുപോലെ നല്ലൊരു വെണ്മയും കിട്ടും. പിന്നെ നമ്മൾ ദിവസവും ചുരുങ്ങിയത് 2 നേരമെങ്കിലും പല്ല് തേക്കാനും മറക്കരുത്. അപ്പോൾ ഈ രീതികളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല തിളക്കവും മിനുസവുമുള്ള പല്ല് ലഭിക്കും.